ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഏതാ പഠിച്ചുകൊണ്ടിരിക്കുന്നേ? കൂട്ടക്ഷരങ്ങൾ. ഏതാ പഠിക്കുന്നേ? കൂട്ടക്ഷരങ്ങൾ. ഇന്ന് പഠിക്കാൻ പോകുന്ന കൂട്ടക്ഷരം ഉവ്വ ഇള്ള. ഏതാ പഠിക്കുന്നേ? ഉവ്വ ഇള്ള. ഉവ്വ എങ്ങനെയാ വരുന്നതെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ബോർഡിലോട്ട് ശ്രദ്ധിച്ചേ. നമ്മൾ ആദ്യം വാ എഴുതി. വ്യഞ്ജനാക്ഷരത്തിൽ പഠിച്ചില്ലേ? യാരാല വാ. ഓർക്കുന്നുണ്ടോ? ഓക്കെ. വായ്ക്ക് നമ്മൾ എന്തോ ചെയ്തു? മുകളിൽ ഒരു ചന്ദ്രക്കല ഇട്ട് കൊടുത്തു. വാ എങ്ങനെ വായിക്കും അപ്പം? വ്. വായിനെ മുകളിൽ ഒരു ചന്ദ്രക്കല ഇട്ട് കൊടുത്തു. വാ എങ്ങനെ വായിക്കും? വ്. വിന്റെ കൂടെ വീണ്ടും ഒരു വാ ചേരും. വ് അധികം വാ എന്തായി മാറും? ഉവ്വ. എങ്ങനെ എഴുതും? വാ എഴുതിയിട്ട് അതിന്റെ അടിയിൽ ഒരു ട്രയാങ്കിൾ. ഉവ്വ എന്നുള്ള കൂട്ടക്ഷരം കിട്ടും. എങ്ങനെയാ കിട്ടിയേ? വ് അധികം വാ ഉവ്വ. എങ്ങനെയാ വായിക്കുക? ഉവ്വ. സ്ട്രെസ് ചെയ്ത് പറയാ. വ് അധികം വാ ഉവ്വ. ക്ലിയർ? ഉവ്വ എങ്ങനെ എഴുതുന്നേ? നമ്മളെ വ്യഞ്ജനാക്ഷരത്തിലെ വാ അറിയുമല്ലോ എല്ലാവർക്കും. അതിന്റെ അടിയിൽ ഇതാ ഇവിടുന്ന് ഇതിനോട് ചേർന്ന് ഒരു ട്രയാങ്കിൾ കൊടുക്കുക. എങ്ങനെയാ? വാ എഴുതിയിട്ട് അതിനോട് ഇത് ഇവിടുന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ വന്ന് അടിയിൽ ഒരു ട്രയാങ്കിൾ. മനസ്സിലായോ? എങ്ങനെയാ? വാ എഴുതിയിട്ട് അവിടുന്ന് നേരെ വരുക, അടിയിലൊരു ട്രയാങ്കിൾ ഇങ്ങനെ ഇവിടുന്ന്. ക്ലിയർ? ഉവ്വ. ഓക്കെ. വ് അധികം വാ ഉവ്വ. ഉവ്വ വരുന്ന വാക്കുകൾ നോക്കാം. ശ്രദ്ധിച്ചു നോക്കിയേ. ഉവ്വ വരുന്ന വാക്കുകള്. ആദ്യത്തെ വാക്ക് നോക്കിയാട്ടെ. ചൊവ്വ. ചൊവ്വ. ചായനെന്തോ വരുന്നുണ്ട്? മാത്രമൊക്കെ പഠിച്ചില്ലേ? ഓ മാത്ര അല്ലേ? ഓർക്കുന്നുണ്ടോ? ഓക്കെ. ചൊവ്വ. ഇതിലെന്തുണ്ട്? ഉവ്വ എന്നുള്ള കൂട്ടക്ഷരം എങ്ങനെ വായിക്കും? ചൊവ്വ. അടുത്ത് നോക്കിയേ. വവ്വാൽ. വവ്വാൽ അല്ലേ? ഇന്നുള്ള ചില്ലക്ഷരം ആ മാത്ര ഇപ്പൊ പഠിച്ച വ എന്നുള്ള കൂട്ടക്ഷരം. ഓക്കെ. ഇതൊക്കെ ചേർന്നിട്ടാണ് മലയാളത്തില് വാക്കുകള് അതുപോലെ വാചകങ്ങൾ ഉണ്ടാവുന്നത്. ക്ലിയർ? അതിനാണ് ചില്ലക്ഷരം, ചിഹ്നങ്ങൾ, കൂട്ടക്ഷരങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന. ലാസ്റ്റ് വായിക്കുമ്പോഴും നിങ്ങൾക്ക് ഓരോ വാചകങ്ങള് വലിയ സെന്റൻസ് ആകുമ്പോ മനസ്സിലാവും എന്തിനാ ഇതൊക്കെ പഠിച്ചേന്ന്. ക്ലിയർ? വവ്വാൽ. അടുത്ത നോക്കിയേ. പർവ്വതം. പർവ്വതം എങ്ങനെയാ വായിക്കുക? പർവ്വതം. അടുത്തൊരു വാക്ക് നോക്കിയേ. കാണുന്നുണ്ടോ? പാർവതി. ഏതാ വാക്ക്? പാർവതി. വ് അധികം വാ ഉവ്വ. ചൊവ്വ, വവ്വാൽ, പർവ്വതം, പാർവതി. ക്ലിയർ? അടുത്ത കൂട്ടക്ഷരം ഇള്ള. അടുത്ത കൂട്ടക്ഷരം ഏതാ? ഇള്ള. എങ്ങനെയാ വരുന്നേ? നമ്മള് ള എഴുതിയില്ലേ? അതിന് മുകളിൽ ഒരു ചന്ദ്രക്കല ഇട്ട് കൊടുക്ക. ള എന്തായി മാറും? ള്. അതിന്റെ കൂടെ വീണ്ടും ഒരു ള ചേർന്നു. എന്തായി?
ഇള്ള എങ്ങനെ എഴുതും? ശ്രദ്ധിച്ചു നോക്കണം. ഇതിനോട് ചേർന്ന് വീണ്ടും ഒരു ള. ഇള്ള. ള് അധികം ള. ഇള്ള. എങ്ങനെ എഴുതും? നമ്മൾ ള എഴുതുക. അതിനോട് ചേർന്നിതാ വീണ്ടും ഒരു ള. ഓക്കേ. ഇള്ള എങ്ങനെ എഴുതി? ള. ഇവിടുന്ന് ഇതാ വീണ്ടും അതിനോട് ചേർന്നൊരു ള. ഇള്ള. ക്ലിയർ? ഇള്ള എന്നുള്ള വാക്കുകൾ നോക്കാം. ആദ്യത്തെ വാക്ക് നോക്കിയാട്ടെ. വെള്ളം. വെള്ളം. അല്ലേ? ഇള്ള വെള്ളം. അടുത്ത നോക്കിയേ. വെള്ളി. 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 അടുത്തൊരു വാക്ക് നോക്കിയേ. മുള്ള്. മുള്ള്. സോറി, മുള്ള്. എങ്ങനെ എഴുതുള്ള? മുള്ള്. ഇള്ള എന്നുള്ള കൂട്ടക്ഷരം വന്നില്ലേ? വള്ളം. വള്ളം. തോണി എന്നുള്ള വാക്കിനെ നമ്മൾ പറയത്തില്ലേ വള്ളം. വാ. മറ്റേത് വെള്ളം, ഇത് വള്ളം. വായേ വരുന്നില്ലോ. ഇതിനെന്താ മുമ്പില്? ഏ ചിഹ്നം വരുന്നുണ്ട് അല്ലേ? ള് അധികം ള. ഇള്ള. എങ്ങനെ വായിക്കും? ഇള്ള. വെള്ളം, വെള്ളി, മുള്ള്, വള്ളം. ക്ലിയർ? ഇനി ഏതൊക്കെ കൂട്ടക്ഷരങ്ങളെ പഠിച്ചോ? ആദ്യേതോ പഠിച്ചത് നമ്മള് വാ പഠിച്ചു. ഉവ്വ. ഇപ്പൊ പഠിച്ചത് ഏതാ? ഇള്ള. ക്ലിയർ? കൂട്ടക്ഷരം. ഓക്കെ. വീട്ടിൽ നിന്ന് എന്താ ചെയ്യാ? സ്ലേറ്റ് എടുക്ക. ഓരോന്ന് 5 തവണ എഴുതാൻ വേണ്ടി പഠിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത കൂട്ടക്ഷരം പഠിക്കാം. താങ്ക് യു. ബൈ.